എനിക്ക് വിവാഹ ജീവിതമൊന്നും പറ്റിയല്ല. എനിക്ക് ആരോടും കമ്മിറ്റ്മെന്റ് വേണ്ട. പിന്നെ എങ്ങനെയെന്ന് വിവാഹം കഴിച്ചത്? അച്ഛനെ പേടിച്ച്. ഇല്ലെങ്കിൽ അയാൾ എനിക്ക് സ്വത്തുക്കൾ തരില്ലെന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി. സോ അയാളെ തൃപ്തിപ്പെടുത്താൻ ഞാൻ ഇതിന് നിന്നു കൊടുത്തു. ഇപ്പം അയാൾ മരിച്ചു. ഇനി ഞാനാണ് തീരുമാനം എടുക്കേണ്ടത്. എനിക്ക് നിന്നെ വേണ്ട വേണ്ട വേണ്ട. Women are always a burden to men and I don't want to carry it. ഞാൻ മാറാൻ ശ്രമിക്കാം. മാറണം. നിന്റെ രീതികളല്ല, എന്റെ ജീവിതത്തിൽ നിന്ന് നീ മാറണം. നിന്റെ ജീവിതം ഇവിടം കൊണ്ടൊന്നും തീരുന്നതല്ല. വീണുപോയാൽ എഴുന്നേക്കണം. ജീവിതം നമ്മളെ പലപ്പോഴും പരീക്ഷിക്കും. പക്ഷേ നമ്മൾ അതിനെ ജയിക്കണം. പക്ഷെ അമ്മേ, ഞാൻ ഒറ്റയ്ക്കോ? ഈ അമ്മയില്ലേ നിനക്ക്? ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ. നീ വീണ്ടും ചിരിക്കും. നിന്റെ ഈ കരഞ്ഞ മുഖത്ത് സന്തോഷം നിറയും. പഴയ അധ്യായം അടച്ചിട്ട് നമ്മളൊരു പുതിയ അധ്യായം തുറക്കും. നഷ്ടങ്ങൾ എപ്പോഴും പുതിയൊരു തുടക്കത്തിന് വഴിയൊരുക്കുന്നതാ. തിരിഞ്ഞു നോക്കുമ്പോ നീ ഈ വേദനയോട് നന്ദി പറയും. നിന്നെ ശക്തിയാക്കിയതിന്, നിന്നെ ഈ വീഴ്ചയിൽ നിന്ന് എഴുന്നേക്കാൻ പഠിപ്പിച്ചതിന്, നിനക്കൊരു പുതിയ ലോകം തുറന്നു തന്നതിന്, നിന്നെ ഉയരത്തിൽ പറക്കാൻ പഠിപ്പിച്ചതിന്. എനിക്കതിനൊക്കെ കഴിയും. എൻ്റെ മോൾ ആദ്യം ഒരു യാത്ര പോ. ഈ ഭൂമിയിലെ കാറ്റും മഴയും മഞ്ഞും വെയിലും എല്ലാം ഒന്ന് ആസ്വദിക്കേ. നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കേ. പിന്നെ നിനക്കിഷ്ടമുള്ളൊരു വിഷയമെടുത്ത് പഠിക്കേ. എല്ലാത്തിനും ഈ അമ്മ നിന്റെ കൂടെയുണ്ട്. മനമെങ്ങോ ചിരിമായുകയോ മൗനമെന്തോ നിഴലായി നീ മായുവതെന്തേ കനവിൽ നീ അണയുവതെന്തേ. നീ അകലുകയോ മനമെങ്ങോ ചിരിമായുകയോ മൗനമെന്തോ നിഴലായി നീ മായുവതെന്തേ കനവിൽ നീ അണയുവതെന്തേ. അലയും കാറ്റായി ഞാൻ ഇന്നിന്നിൽ പുതുവഴിയോരങ്ങൾ തേടുന്നു.
ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. ജീവിതം കൈവിട്ട് പോയി എന്ന് കരുതുന്നവർക്ക് ഏതവസ്ഥയും മാറ്റിയെടുക്കാനുള്ള ശക്തി നമുക്ക് ചുറ്റുമുണ്ട്. അത് ചിലപ്പോൾ മാതാപിതാക്കളിലായിരിക്കാം, സുഹൃത്തുക്കളിലായിരിക്കാം, ചിലപ്പോൾ ഒരു പുസ്തകത്തിലായിരിക്കാം. അതിനെ കണ്ടുപിടിച്ച് സ്വയം അണിഞ്ഞ് ഒരു പോരാളിയെപ്പോലെ മുന്നോട്ട് പോവുക. കാരണം ഈ ഭൂമിയിലെ ജീവിതം ഒന്നേയുള്ളൂ.